ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടൊക്കെ വയ്ക്കുന്ന സമയത്ത്, പുതിയതായി വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമുകളിൽ നിന്നും സെപ്റ്റിക്കിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ മെയിനുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽ ആണ്. ഇതിപ്പോൾ ഓൾറെഡി ഒരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന 4 ഇഞ്ചും 2 ഇഞ്ചുമാണ്. 4 ഇഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡോർ എൽബോ ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡോർ എൽബോ അഴിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഡോർ അഴിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർ എൽബോ കൊടുക്കേണ്ടത്. ഡോർ എൽബോ കൊടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ മുകളിൽ നിന്നും ഒരു ബാത്റൂം കൂടി വരാനുള്ളതുകൊണ്ട് നമ്മളൊരു വൈ ഇട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ടി ഉപയോഗിക്കുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. വൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈ ഒരു 45 ആംഗിളിലാണ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്രാജുവലി, അതായത് സിമ്പിളായിട്ടൊരു ഒഴുക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ വൈ ഇട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വൈ ഇട്ട് കണക്ട് ചെയ്ത് നേരെ മുകളിൽ നിന്നും വരുന്ന ബാത്റൂം നമ്മൾ അതിലേക്ക് പിടിച്ചു. അതിനുശേഷം തൊട്ടടുത്ത ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. ആ വൈ ഇടേണ്ടതിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആംഗിൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതിനുശേഷം അടുത്തതിന് വന്നതിന് ശേഷം ഒരു മെയിൻ ഹോളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഹോൾ ഡയറക്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് ഒരു 45 വെച്ച് അത് സിമ്പിളായിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് വീണ്ടും ഒരു ബാത്റൂമുണ്ട്. ആ 2 ബാത്റൂം കൂടി ഒന്നിച്ച് 45 ആയിട്ട് കൊടുത്തതിന് ശേഷം അതായത് മെയിനായിട്ട് കുഴിയിലേക്ക് പോകേണ്ട, സെപ്റ്റിക്കിൻ്റെ കുഴിയിലേക്ക് പോകേണ്ട ആ ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് വരുന്ന പൈപ്പ് കുറച്ച് താത്തി വേണം വെക്കാനായിട്ട്. അത് സെപ്റ്റിക്ക് അതുപോലെ തന്നെ മെയിൻ ഹോൾ അടിക്കാനുള്ള ആ ചെറിയൊരു ഗ്യാപ്പ് കൂടി കൊടുക്കണം. നമ്മൾ മാൻഹോൾ അടിക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൂടി കൊടുക്കാവുന്ന രീതിയിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ 45 ചെറുതായിട്ട് തിരിച്ചിരിക്കുന്നത്. ആ തിരിച്ചിരിക്കുന്ന ഏരിയയിൽ ചെറിയ ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ മറ്റു പൈപ്പുകളും ആ ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഫിറ്റിങ്സ് ഇട്ട് മാറ്റിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ മാൻഹോൾ അടിക്കുന്ന സമയത്ത് ഈ പൈപ്പുകളെല്ലാം ഈ മാൻഹോളിൻ്റെ ഉള്ളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വരുന്ന സമയത്ത് കണ്ടോ ആ പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേസ്റ്റ് ലൈനും വാട്ടർ ലൈനും പോയിരിക്കുന്ന പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് ഫിറ്റിങ്സ് ഇട്ട് ഇപ്പുറത്തേക്ക് മാറ്റിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ മാൻഹോൾ അടിക്കുന്ന സമയത്ത് ആ 4 ഇഞ്ച് പൈപ്പ്, അതായത് സെപ്റ്റിക്കിൻ്റെ പൈപ്പുകൾ മാത്രമേ മാൻഹോളിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റ് പൈപ്പുകളെല്ലാം മാൻഹോളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ബെറ്റർ. പിന്നെ അതിനുശേഷം നേരെ പോയതിന് ശേഷം നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന പൈപ്പിൽ നിന്നും ഏകദേശം 1 ഇഞ്ചെങ്കിലും മിനിമം, ഏറ്റവും കുറഞ്ഞത് 1 ഇഞ്ചെങ്കിലും താഴ്ന്നു വേണം നമ്മുടെ മറ്റു പൈപ്പ്, അതായത് സെപ്റ്റിക്കിലേക്ക് പോകുന്ന പൈപ്പ് സ്ലോപ്പ് കിട്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ചെങ്കിലും താഴ്ത്തിയിടുന്നതാണ് ബെറ്റർ. ഇനി 1 ഇഞ്ചല്ല, നമുക്ക് അത്രയും കിട്ടിയില്ലെങ്കിൽ തന്നെയാണെങ്കിലും വരുന്ന പൈപ്പിനേലും കുറച്ച് താഴ്ത്തി ഒരു 1 സെൻറ്റിമീറ്ററെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 1 സെൻറ്റിമീറ്ററെങ്കിലും നമുക്ക് ഒരു സ്ലോപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മെയിൻ ഹോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മെയിൻ ഹോളിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ ഏറ്റവും വന്നിരിക്കുന്ന പൈപ്പ്, ആ 45 വന്നിരിക്കുന്ന പൈപ്പിനേലും താഴ്ന്നാണ് നമ്മുടെ സെപ്റ്റിക്കിലേക്ക് പോകുന്ന പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പോകുന്ന പൈപ്പ് നേരെ വന്നിട്ട് നമുക്ക് സെപ്റ്റിലേക്ക് ഇന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ മെയിൻ ഹോൾ ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.